back to our channel Jileebi Cuisine. ഇന്നത്തെ റെസിപ്പി ദീപാവലി സ്പെഷ്യലാണ്, അതേപോലെ 100th എപ്പിസോഡ് സ്പെഷ്യലാണ്. അപ്പോൾ ഇന്ന് തയ്യാറാക്കുന്നത് ബേസൻ ലഡു ആണ്, അല്ലെങ്കിൽ കടലമാവ് കൊണ്ടുള്ള ലഡു. അങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് തയ്യാറാക്കാൻ നോക്കാം. ആദ്യം തന്നെ നമുക്ക് ലഡുവിൽ ചേർക്കാനുള്ള പഞ്ചസാര തയ്യാറാക്കിയെടുക്കണം. ഇതിനെ ഒരു പ്രത്യേക രീതിയിലാണ് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത്. അതിനായിട്ട് 1 കപ്പ് പഞ്ചസാര പാനിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു 1/3 കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ട് അതിനെ നല്ലതുപോലെ ലയിപ്പിച്ചെടുക്കുക. ഇത് പൊടിച്ച പഞ്ചസാരയാണ്, പക്ഷേ ഇതിന് തകാർ എന്നാണ് പറയുന്നത്. നമ്മളിതിനെ കുക്ക് ചെയ്താണ് പൗഡേർഡ് ഷുഗർ ആക്കി എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് നല്ല ഫൈൻ പൗഡർ ആയിരിക്കത്തില്ല, തരിതരിപ്പോട് കൂടിയുള്ള പഞ്ചസാര ആയിരിക്കും. അങ്ങനെ ആകുമ്പോഴാണ് ലഡുവിന് ആ ഒരു പ്രത്യേക എഫക്റ്റോട് കൂടിയുള്ള ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത്. പഞ്ചസാര നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. നമുക്കിനി ഇതിനെ ഒരു നൂൽ പരുവം ആകുന്നിടം വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ പഞ്ചസാര ലായനി ഒരു നൂൽ പരുവമായിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇത് 1 ടീസ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരുപാട് കട്ട കെട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നെയ്യ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 2 മിനിറ്റ് കൂടെ കുക്ക് ചെയ്തതിന് ശേഷം ഈ ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി ഇളക്കി ഇതിനെ തണുപ്പിച്ചെടുക്കണം. സ്റ്റവിൽ നിന്ന് മാറ്റി വയ്ക്കാം. തണുക്കുന്നതിനനുസരിച്ച് പഞ്ചസാര പൊടിഞ്ഞു വരും. ഒരു 5 മിനിറ്റ് പോലും വേണ്ട ഇതൊന്ന് പൊടിഞ്ഞു കിട്ടാനായിട്ട്. ചെറിയ കട്ട പോലുള്ളത് കൈകൊണ്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ലഡുവിലേക്കുള്ള തകാർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമ്മൾ ഉണ്ടാക്കിയ തകാർ ഞാനിപ്പോൾ മെഷർ ചെയ്തെടുക്കുകയാണ്. 1 കപ്പാണ് വേണ്ടിയത്, അല്ലെങ്കിൽ 150 ഗ്രാം. അത് വേണ്ടുന്നത് കടലമാവാണ്, അല്ലെങ്കിൽ ബേസൻ. അത് ഞാനിവിടെ 200 ഗ്രാം ആണ് എടുക്കുന്നത്. വേണ്ടുന്നത് നെയ്യാണ്, 1/2 കപ്പ് അല്ലെങ്കിൽ 100 ഗ്രാം. ലഡു തയ്യാറാക്കാനായിട്ട് പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന നെയ്യ് ഒഴിച്ചു കൊടുക്കാം. കടലമാവ് ഇട്ട് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് ഈ കടലമാവിൻ്റെ ആ ഒരു പച്ച കുത്തുണ്ടല്ലോ, ആ പച്ച ടേസ്റ്റ് പോകണം. നല്ലപോലെ റോസ്റ്റ് ചെയ്തെടുക്കണം. എങ്കിൽ മാത്രമേ ലഡുവിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ തൊണ്ടയ്ക്കൊന്നും ഇറങ്ങത്തില്ല, നിരങ്ങുന്ന പോലൊരു ഫീലൊക്കെ വരും. ലോ ഫ്ലെയിം മെയിൻറ്റെയിൻ ചെയ്യുക. അതേപോലെ കൈ എടുക്കാതെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക, പെട്ടെന്ന് അടുക്കി പിടിക്കും. അപ്പോൾ അത് കൂടെ ശ്രദ്ധിക്കുക. ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട് നമ്മൾ ഇളക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ നെയ്യോടെ ചേർത്ത് കൊടുക്കുകയാണ്. മാവ് കുറച്ച് ഡ്രൈ ആയിട്ട് തോന്നുന്നതുകൊണ്ടാണ് കുറച്ച് നെയ്യോടെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നിങ്ങൾ എടുക്കുന്ന പൊടിക്ക് അത് ഡ്രൈ ആയിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ച് നെയ്യോടെ ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് ഒഴിക്കരുത്, അല്ലെങ്കിൽ ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് ഇത് വെള്ളം പോലായി പോവും. ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട് ആ 1 ടീസ്പൂൺ നെയ്യ് ചേർത്തതിന് ശേഷം. അപ്പോൾ ഇതിൻ്റെ പരുവം കണ്ടല്ലോ. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം തളിച്ചു കൊടുക്കാം. അതെന്തിനാന്ന് ചോദിച്ചാൽ ഈ മാവ് ഒന്ന് ഉണ്ട കെട്ടിയിട്ട് ഒരു തരിതരിപ്പ് കിട്ടാനാണ്. ലഡുവിൽ വെള്ളം കൂടിപ്പോയാൽ ഒരുപാട് തരിതരിപ്പാവും. ജസ്റ്റ് 2 കൈ ഞാൻ കുടഞ്ഞതേ ഉള്ളൂ. വെള്ളം ഒഴിച്ചതിന് ശേഷം മിക്സ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം 4 മിനിറ്റ് ആയിട്ടുണ്ട്. ആക്ച്വലി കുറച്ച് ബ്രൗൺ ഷെയ്ഡ് വന്നു തുടങ്ങിയിട്ടുണ്ട് ആദ്യത്തേതിന്ന്. വെള്ളം തളിച്ചതിന് ശേഷം ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കാൻ തുടങ്ങിയിട്ട്. ഓൾമോസ്റ്റ് നമുക്ക് വേണ്ടുന്ന കളർ എത്താറായിട്ടുണ്ട്. ഇപ്പം ശരിക്കും ഒരു ബ്രൗൺ ഷെയ്ഡ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ആ ഒരു ബ്രൗൺ ഷെയ്ഡ് കിട്ടും. അതുകൊണ്ട് ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കുക. നമുക്ക് വേണ്ടുന്ന കളറായിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കളറിലേക്ക് എത്താനായിട്ട് എനിക്ക് ടോട്ടലി 30 മിനിറ്റ് വേണ്ടി വന്നു. നമുക്ക് വേഗം തന്നെ വേറൊരു ബൗളിലേക്ക് മാറ്റാം. സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് തണുക്കാനായിട്ട് വിടാം. ഒരു ഇളം ചൂട്, അതായത് നമ്മുടെ വിരൽ ഇടാൻ പറ്റുന്ന ആ ഒരു ചൂട്, നമുക്ക് ലഡു ഉരുട്ടണ്ടേ, അപ്പോൾ ആ ഒരു പാകം ചൂട് എത്തുമ്പോൾ നമുക്ക് പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുക്കാം. നല്ല ചൂടിൽ പഞ്ചസാര ചേർക്കാൻ പാടില്ല, അലിഞ്ഞു പോകും. ഇപ്പോൾ ഇവിടെ ബേസൻ നല്ലതുപോലെ തണുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. 4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഞാൻ ജാതിക്ക ഒന്ന് ഗ്രേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. 1 പിഞ്ചോളം മതിയാവും.
നമുക്ക് തകാർ ചേർത്ത് കൊടുക്കാം. കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയെടുക്കാം നമുക്ക് വേണ്ടുന്ന അളവിൽ. അപ്പം നമ്മുടെ ലഡു ഇവിടെ തയ്യാറായിട്ടുണ്ട്. ലഡുവിൽ പറങ്ങേണ്ടിയോ അല്ലെങ്കിൽ പംകിൻ നട്ട്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇടാൻ താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് നെയ്യിൽ റോസ്റ്റ് ചെയ്തതിന് ശേഷം ഇട്ട് കൊടുത്തിട്ട് നല്ല ഇതുപോലെ ബോളാക്കി എടുത്താൽ മതി. ഈ ഒരളവിൽ എനിക്ക് 15 ലഡു ആണ് കിട്ടിയത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ലഡു ഇവിടെ തയ്യാറായിട്ടുണ്ട്. തയ്യാറാക്കി നോക്കാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അതേപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ ബൈ. താങ്ക് യു.